അള്ളാഹുവിൻ്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എങ്ങനെയാണ് സ്വഫ് കെട്ടി നിൽക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മലായികത്തീങ്ങൾ സ്വഫ് കെട്ടി നിൽക്കുന്നത് പോലെ സ്വഹാബത്തെ നിങ്ങൾക്കും സ്വഫ് കെട്ടി നിന്നുകൂടെ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൻ്റെ അടുക്കൽ മലായികത്തീങ്ങൾ എങ്ങനെയാണ് സ്വഫ് കെട്ടി നിൽക്കാറ് എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ഖാല, മുത്തുനബി പറഞ്ഞു കൊടുത്തു, യതിമ്മൂന സുഫൂഫൽ മുഖദ്ദമ, ഒന്നാമത്തെ സ്വഫുകൾ 1 മുതൽ ഇങ്ങനെ സ്വഫുകൾ പൂർത്തിയാക്കി വരികയും വയതറാസൂന ഫി സ്വഫി, സ്വഫിൽ ജനങ്ങൾ അണികളെ നേരെയാക്കി നിർത്തുകയും ചെയ്യും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ഹസ്സുകളും ഒരുപാട് ഇൻകാറുകളുമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യരുതേ എന്ന് നിഷേധവും നൽകുന്നുണ്ട്. ഒന്നാമത്തത് മഹാന്മാർ പഠിപ്പിച്ചു, അൽ ഹസ്സു അലൽ ഖുളൂഇ ഫി സ്വലാത്തി വഅദമി തശബ്ബുഹി ബിൽ ഹയവാനാത്തി. ഒന്നാമത് നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടങ്ങി അള്ളാഹുവിലേക്ക് വണങ്ങുക എന്ന ഒരു വലിയ ഖുളൂഇലേക്ക് പ്രേരണ നൽകുന്നുണ്ട്. മാത്രവുമല്ല വഅദമി തശബ്ബുഹി ബിൽ ഹയവാനാത്തി, മൃഗങ്ങളോട് സദൃശ്യമാകാതിരിക്കുക എന്നതിലേക്കും പ്രേരണ നൽകുന്നുണ്ട്. മൃഗങ്ങൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളെ ആയിരിക്കും, കൂട്ടം നിൽക്കൂല, കൂട്ടം തെറ്റിയൊക്കെ നിൽക്കും. അതുപോലെയല്ല മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിലേക്ക് അവൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ സ്വഫ് കെട്ടി അള്ളാഹുവിലേക്ക് ഖുളൂഇലായിക്കൊണ്ടായിരിക്കണം എന്നതിലേക്ക് ഈ ഹദീസ് വലിയ പ്രേരണ നൽകുന്നുണ്ട്. മറ്റൊന്ന് ഇൻകാറു തഫറുഖത്തി ഫിൽ മജാലിസി, ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒത്തൊരുമയോടെ നിൽക്കണം. നിങ്ങൾ ഓരോ ഭാഗങ്ങളിലായിക്കൊണ്ട് വിഭിന്നമായി ഫിർഖത്തായിക്കൊണ്ട് നിങ്ങൾ നിൽക്കരുത് എന്നതിലേക്കും ഇതൊരു പ്രേരണയുണ്ട്. അങ്ങനെ ഫിർഖത്തായി നിൽക്കുക, അങ്ങനെ വേർപിരിഞ്ഞ് പലരും പല ഭാഗങ്ങളിൽ നിൽക്കുക. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോൾ ചില ആളുകൾ പിന്നിൽ നിൽക്കും, ചില ആളുകൾ ചുമരിൽ ചാരിയിരിക്കും, ചില ആളുകൾ ഒന്നാമത്തെ സ്വഫിലേക്ക് വരാതെ എവിടെയെങ്കിലുമൊക്കെ ബാക്കിലൂടെയും പോയിരിക്കും. അതല്ല വേണ്ടത്, അതിനെ മുത്ത് റസൂൽ നിഷേധിക്കുകയാണ്, നിരോധിക്കുകയാണ്. അങ്ങനെ ചെയ്യാതെ ഒന്നാമത്തെ സ്വഫ് മുതൽ പൂർത്തിയാക്കി വരണം എന്ന് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രവുമല്ല വഹസ്സു അല തജമ്മുഇ, നമ്മൾ ഒത്തൊരുമയോടെ കൂട്ടത്തോടെ നിൽക്കണം എന്നതിലേക്കും ഈ ഒരു ഹദീസ് പ്രേരണ നൽകുന്നുണ്ട്. മാത്രവുമല്ല അംറുൻ ബി ഇത്മാമി സുഫൂഫി വ തസ്വിയതിഹാ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ സ്വഫുകൾ കൃത്യമാക്കി ക്ലിയറാക്കി അതിനെ നേരെയാക്കുകയും അതുപോലെ സ്വഫുകൾ പൂർത്തിയാക്കി നിൽക്കുകയും ചെയ്യണം എന്നതിലേക്ക് ഒരു കൽപ്പന കൂടി ഈ ഹദീസിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു.